ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാക്ടറിങ് ആൻഡ് ഫോർഫെയ്റ്റിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫാക്ടറിങ്? Factoring is a continuous arrangement between a financial institution and a company which sells goods and services to trade customer on credit. ഇതെന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ, നമ്മളിപ്പോൾ ഒരു സ്ഥാപനമാണ്, നമ്മളെന്ത് ചെയ്യുന്നു, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഒരു ടൈപ്പ് ഉണ്ടായിരിക്കും. ആ ടൈപ്പ് അവിടെ നിൽക്കട്ടെ. നമ്മളെന്ത് ചെയ്യുന്നു, നമ്മുടെ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റിൽ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വിൽക്കുന്നു. അപ്പോൾ വിൽക്കുന്ന കസ്റ്റമേഴ്സ് ചിലപ്പോൾ 1 മന്തോ അല്ലെങ്കിൽ 2 മാസമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ 6 മാസമോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അവരെന്ത് ചെയ്യുന്നത്, ക്യാഷ് തരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ക്യാഷിന് അത്യാവശ്യമുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അറേഞ്ച് ചെയ്യുന്നു, അവരുമായിട്ടൊരു എഗ്രിമെൻ്റ് ഒക്കെ വയ്ക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടി ഈ നമ്മുടെ കടം മേടിച്ചുകൊണ്ട് പോയി അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കാശ് കളക്ട് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയത്. അതായത് നമ്മുടെ ക്ലയൻറ്റിന് എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ കൊടുക്കുന്നു, എന്നിട്ട് ക്ലയൻറ്റിനും ഒരു ഇൻവോയ്സ് കൊടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോപ്പി ആർക്കും കൊടുക്കും, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയും, അവർക്കും കൊടുക്കും. അവരെന്ത് ചെയ്യും, ആ ആക്ടേഴ്സ് അല്ലെങ്കിൽ അവർ നമ്മുടെ ക്ലയൻറ്റിൽ നിന്ന് അവരെന്ത് ചെയ്യും, കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, അവരുടെ ഒരു ഫീസോ അല്ലെങ്കിൽ ഒരു കമ്മീഷനോ എടുത്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് ബാലൻസ് എമൗണ്ട് തരും. ചിലത് എന്ത് ചെയ്യുന്നു, ഉടനെ തന്നെ എന്ത് ചെയ്യും, അവർ ഒരു 70% റുപ്പീസ്, ഇപ്പം 100 രൂപയുടെ ഒരു സാധനമാണ് നമ്മളൊരു ക്ലയൻറ്റിന് വിറ്റത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഓൺ ദ സ്പോട്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, നമുക്ക് 70 രൂപ തരും. ബാക്കി എന്ത് ചെയ്യും, കളക്ട് ചെയ്തിട്ട് അവരുടെ ഫീസും കൂടെ കുറച്ചിട്ട് മാത്രമായിരിക്കും നമുക്ക് പിന്നെ തരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഡെറ്റേഴ്സിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക, ഡെറ്റേഴ്സിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എന്ത് ചെയ്യുക, അവർ എപ്പോൾ വേണോ തരട്ടെ, അത് ആരാ നോക്കുന്നത്, നമ്മുടെ ഫാക്ടർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും നോക്കുന്നത്. ഫാക്ടർ ഈസ് ആൻ ഏജൻറ്റ് ഹു കളക്ട്സ് ദ ഡ്യൂസ് ഓഫ് ഹിസ് ക്ലയൻറ്റ് ഫോർ എ സർട്ടൺ ഫീസ്. എന്ത് ചെയ്യുന്നു, ക്ലയൻസിന് വേണ്ടി കുറച്ച് ഫീസിൻ്റെ ഇതിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡ്യൂസ് എല്ലാം കളക്ട് ചെയ്യുന്ന ആളായിട്ടാണ് ഫാക്ടർ. The factors generally perform the services of financing, accounts, maintenance, collection of debts, protection against credit risk, advisory services, etc. According to V.A. Avadani, a factor is a service of financial nature involving the conversion of credit bills into cash. ഓക്കെ, ക്രെഡിറ്റ് ബില്ലിനെ ക്യാഷ് ആക്കി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഒരു ഫാക്ടർ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്, ഫാക്ടറിങ്. 3 പാർട്ടീസാണ് മെയിനായിട്ട് ഇതിലുള്ളത്. ഒന്നെന്താണ്, ഫാക്ടർ, ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആരാണോ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ, അതാണ്. ദ ക്ലയൻറ്റ്, അത് ബിസിനസ് ഫേമുമായിട്ട് റിലേറ്റഡ്. ഇനി നമ്മുടെ ബിസിനസ് സ്ഥാപനം. അടുത്ത് കസ്റ്റമേഴ്സ് ഹു ബൈ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ക്രെഡിറ്റിൽ ഗുഡ്സ് വാങ്ങിക്കുന്ന ആൾ. ഇതാണ് എന്ത് ചെയ്യുന്നത്, 3 പാർട്ടീസ്. ഫാക്ടറിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. എന്തിനു വേണ്ടി, എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ എന്താണ്, ക്രെഡിറ്റ് സ്റ്റാൻഡിങ് പൊസിഷൻസ് കൂട്ടാൻ പറ്റും, ഫ്ലെക്സിബിളാണ്, അതുമാത്രമല്ല നമ്മുടെ ക്യാഷ് ഫ്ലോസ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബെറ്റർ പർച്ചേസ് പ്ലാൻസ്, നമുക്കെന്ത് ചെയ്യുന്നു, നമ്മൾ 6 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ഡെറ്റ് എല്ലാം കളക്ട് ചെയ്ത് കിട്ടുമെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മുടെ കാശ് നാളെ തന്നെ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ കാശ് എടുത്ത് നെക്സ്റ്റ് എന്ത് ചെയ്യും, അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അടുത്തൊരു ഇതിലോട്ടോ നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അവോയ്ഡ് ബാഡ് ഡെറ്റ്സ്, മാക്സിമം ബാഡ് ഡെറ്റ്സ് അവോയ്ഡ് ചെയ്യും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു, മാക്സിമം അവർ ഡെറ്റ് കളക്ട് ചെയ്യാൻ ശ്രമിക്കും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പെർസെൻറ്റേജ് എന്ത് ചെയ്യും, അവർക്കൊരു ഫീസായിട്ടോ കമ്മീഷനായിട്ടോ ഒക്കെ കിട്ടും. അതുകൊണ്ട് മാക്സിമം അവരെന്ത് ചെയ്യും, അവർ ഏൽപ്പിച്ച ജോലി അവർ ചെയ്യും. നമ്മളപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല.
ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഇനി ഫാക്ടറിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ നേച്ചർ. ഇതെന്ന് പറഞ്ഞാൽ എന്തുവാണ്, സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റിയാണ്. പിന്നെ വേറെ ഫേം കൺവേർട്ട്സ് ഇറ്റ്സ് റിസീവബിൾ ഇൻ ടു ക്യാഷ് ബൈ സെല്ലിംഗ് ദം ടു ഫാക്ടറിങ് ഓർഗനൈസേഷൻ. എന്ത് ചെയ്യുന്നു, ഫാക്ടറിങ് ഓർഗനൈസേഷന് വിൽക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, റിസ്ക് അവോയ്ഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത ഫോമാണ് ഇതിൻ്റെ. ദ ഫാക്ടർ സിംപ്ലി പ്രൊവൈഡ്സ് ഫിനാൻസ് അഗൈൻസ്റ്റ് ഇൻവോയ്സസ് വിത്തൗട്ട് അണ്ടർടേക്കിംഗ് എനി അതർ ഫങ്ഷൻസ്. എന്ത് ചെയ്യുന്നു, അവർ വേറെ ഒന്നും ചെയ്യാതെ നമുക്ക് ആ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ കമ്പനിയിൽ ഡെറ്റേഴ്സാണ്, നമ്മൾ വിറ്റ സാധനത്തിൻ്റെ കാശ്. അപ്പോൾ അവരെന്ത് ചെയ്യും, നമ്മുടെ ഡെറ്റേഴ്സ് കൊണ്ടുപോയി. ഓക്കെ, നമ്മുടെ ഒരു റിലേഷനും ഇല്ലാത്ത ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരെന്ത് ചെയ്യുന്നു, ആ ഡെറ്റെല്ലാം ഏറ്റെടുത്തിട്ട് അവർ പറയുന്നു എന്ത് ചെയ്യാം, നമ്മൾ നിങ്ങൾക്ക് ക്യാഷ് തരാം. അവർ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാണ്. നമ്മുടെ ഡെറ്റേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവരിൽ നിന്ന് കാശ് മേടിച്ചോളാം എന്നുള്ള ഒരു ഉറപ്പിൽ അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ ഡെറ്റ് കളക്ട് ചെയ്യുന്നു. ദെൻ അതാണ് പറഞ്ഞ മൂന്നാമത്തെ പോയിൻറ്റും പറയുന്നുണ്ട്. ദെയർ ഈസ് ആൻ അസൈൻമെൻറ്റ് ഓഫ് ഡെറ്റ് ആണ് ശരിക്കും കളക്ട് ചെയ്യുന്നത്. ദെൻ the factory is mainly responsible for fulfilling the terms of the contract between the parties തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ് ഈ ഫാക്ടറി. അടുത്ത് ഫാക്ടറിങ് വേറെയും ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ്, ഈ ഡെറ്റ് കളക്ട് ചെയ്യുന്നതിൻ്റെ കൂട്ട് അവരെന്ത് ചെയ്യുന്ന അറിയാമോ, നമ്മുടെ രജിസ്റ്ററും കൂടെ അല്ലെങ്കിൽ ലെഡ്ജറും കൂടെ അവരായിരിക്കും ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡിപ്പെൻസ്, ഓരോ എഗ്രിമെൻറ്റിനനുസരിച്ചിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, നല്ല എഫക്റ്റീവായിട്ട്, അതുമാത്രമല്ല പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം മാക്സിമം എന്ത് ചെയ്യും, ക്രെഡിറ്റ് സെയിൽസൊക്കെ കുറയ്ക്കാനുള്ള ടിപ്സൊക്കെ അവർ പറഞ്ഞു തരും. നെക്സ്റ്റ് നമുക്കെന്ത് ചെയ്യാം, മാക്സിമം ബാഡ് ഡെറ്റ്സ് അവോയ്ഡ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പറഞ്ഞാൽ എന്താണ്, ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് ദ ഡിപ്പെൻഡൻസ് ഓൺ ബാങ്ക് ഫിനാൻസ് ടുവേർഡ്സ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ ഡെയിലി ഉള്ള വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ബാങ്കിനെയോ ബാക്കി ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഒന്നും അവരെ നമ്മൾ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതെന്ത് ചെയ്യുന്നു, നമ്മുടെ ഫാക്ടറിങ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ തന്നെ ഡെറ്റേഴ്സിനെ നമ്മളെന്ത് ചെയ്യുന്നു വച്ചിട്ടാണ് നമ്മൾ റേസ് ചെയ്യുന്നത് ഫണ്ട്. അതുപോലെ റിക്കോഴ്സ് ഫാക്ടറിങ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഓൺ ദ സ്പോട്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവർ ഫുള്ളും എന്ത് ചെയ്യുന്നു, നമുക്ക് ഓൾമോസ്റ്റ് ക്യാഷ് ചെയ്യുന്നു, നമ്മൾ മൊത്തം റിസ്ക്കും എന്ത് ചെയ്യുന്നു അവർക്ക് മാറ്റിക്കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹെൽപ്പ് ആരുടെ ഫാക്ടറിങ്ങിൽ ചെയ്യുന്നു. പിന്നെ കോമ്പൻസേഷൻ ഫാക്ടറിന് നമ്മൾ എന്ത് ചെയ്യും, ഫീസ് കൊടുക്കും. ദീസ് ആർ ദ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാക്ടറിങ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് എ ഫാക്ടറാണ് പറയുന്നത്. എന്തൊക്കെ ഫങ്ഷൻസാണ് സാധാരണ ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെയിൽസ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരു സെയിൽ നടക്കുമ്പോൾ നോർമലി നമ്മളെ ക്ലയൻറ്റ്, അതായത് നമ്മൾ സാധാരണ നമ്മളൊരു കമ്പനിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യും. ഇൻവോയ്സ് മീൻസ് ബില്ല് പ്രിപ്പയർ ചെയ്യും. അതിൽ ഒരു കോപ്പി ആർക്ക് കൊടുക്കും, കസ്റ്റമറിന് കൊടുക്കും. ദെൻ സെക്കൻഡ് കോപ്പി നമ്മൾ ആർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടർ, അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കും. ഇനി നമ്മുടെ ബുക്സിൽ ആരാണ്, സെയിൽസ് ലെഡ്ജറിൽ ആരാണ് എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഫാക്ടറാണ് എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഫാക്ടർ കൃത്യമായിട്ടുള്ള പീരിയോഡിക്കലായിട്ടുള്ള റിപ്പോർട്ട് അയച്ചു തരും. എന്താണ്, കളക്ഷൻ ഓഫ് റിസീവ്, നമ്മുടെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് അയച്ചു തരും. ഇതാണ് ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെയിൽസ് ലെഡ്ജർ. ദെൻ രണ്ടാമത് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് റിസീവബിൾസ്. ആരാണ്, ഫാക്ടർ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടാനുള്ളതെല്ലാം കളക്ട് ചെയ്യും. ഇനി പ്രൊവിഷൻ ഓഫ് ഫിനാൻസ്, എന്ത് ചെയ്യുന്നു, ഫിനാൻസിൻ്റെമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആര് നോക്കും, ഫാക്ടർ നോക്കും. അത് മാത്രമല്ല റിസ്കിനെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും, ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിൻ്റെ റിസ്ക് ആര് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഫാക്ടർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ ക്ലയൻറ്റിന് ഒരു അഡ്വൈസറി സർവീസസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ്, ക്ലയൻറ്റിൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയോ, അതുപോലെ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് അവർ മാർക്കറ്റിലുണ്ടാക്കുന്ന പോളിസീസും സ്ട്രാറ്റജീസും എന്തൊക്കെയാണെന്ന്, അതുപോലെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് സജസ്റ്റ് ചെയ്യും. അതുമാത്രമല്ല എങ്ങനെയൊക്കെ ഫണ്ട് റേസ് ചെയ്യാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യാറുമുണ്ട് ക്ലയൻറ്റിന്. ഇത്രയും ഫങ്ഷൻസാണ് ആര്, ഫാക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നോർമലി ഫാക്ടറിങ് എങ്ങനെയാണ് നടക്കുന്നത്, എൻ്റെ ഫങ്ഷൻ.
ആദ്യം ഒരു എഗ്രിമെൻറ്റ് നമ്മുടെ സെല്ലിംഗ് ഫേമും അതുപോലെ ഫാക്ടറുമായിട്ടൊരു എഗ്രിമെൻറ്റ് വെക്കും. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയും, ക്ലയൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അത് കഴിയുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തുവാണ്, അവർ സെയിൽ ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻ ദ ഇൻസ്ട്രക്ഷൻ റിഗാർഡിങ് മേക്കിംഗ് പേയ്മെൻറ്റ് ഡയറക്റ്റ് ടു ദ ഫാക്ടർ, അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. വെൻ ദ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഫീസും ചാർജസോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ഒക്കെ ഡിഡക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ക്ലയൻറ്റിന് അവർ ക്രെഡിറ്റ് ചെയ്യാറാണ് പതിവ്. ദ ഫാക്ടർ മേ ഓൾസോ പ്രൊവൈഡ് എന്ത് ചെയ്യുന്നു, അഡ്വാൻസ് ഫിനാൻസസ്, അഡ്വാൻസ് ആയിട്ടും ക്ലയൻറ്റിന് കൊടുക്കാറുമുണ്ട്. അത് എഗ്രിമെൻ്റ് അനുസരിച്ചായിരിക്കും. ഇങ്ങനെയാണ് ഫാക്ടറിങ്ങിൻ്റെ മെക്കാനിസം. ഇനി ടൈപ്സ് ഓഫ് ഫാക്ടറിങ്. ഫസ്റ്റ് വൺ ഈസ് ഫുൾ സർവീസ് ഫാക്ടറിങ് ഓർ വിത്തൗട്ട് റെക്കോഴ്സ് ഫാക്ടറിങ്. ഇതെന്ന് പറയുന്നത് ഹിയർ ഇസ് എ ഫാക്ടർ പ്രൊവൈഡ്സ് ഫിനാൻസ്, അഡ്മിനിസ്ട്രേറ്റ് ദ സെയിൽസ് ലെഡ്ജർ, ദെൻ അത് എന്ത് ചെയ്യുന്നു, കളക്ട് ദ ഡെറ്റ് ആസ് ഇസ് റിസ്ക് ആൻഡ് റെൻറ്റ് കൺസൾട്ടൻസി സർവീസസ്. ഇതാണ് ഫസ്റ്റിൽ ഫുൾ സർവീസ് ഫാക്ടറിങ് അല്ലെങ്കിൽ വിത്തൗട്ട് റെക്കോഴ്സ് ഫാക്ടറിങ്ങിൽ ചെയ്യുന്നത്. Next, if the debtors fail to repay the debts, the entire responsibility falls on the shoulder of the factor since he assumes the credit risk also. എന്ത് ചെയ്യുന്നു, ഇപ്പോൾ അഥവാ ഡെറ്റേഴ്സ് ആരെങ്കിലും പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുൾ റിസ്ക് മാർക്ക വരുന്നത് ഫാക്ടറിനാണ് റിസ്ക് ഇതിൽ. He cannot pass his responsibility to his client, as hence this type of factoring is also called without recourse factoring. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റ്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സ്ഥാപനമാണ്, നമ്മളെന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വിറ്റു, അവരെന്ത് ചെയ്യുന്നു, വാങ്ങിച്ചുകൊണ്ട് പോയി, കടത്തിന് മേടിച്ചുകൊണ്ട് പോയി, നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഏർപ്പാടാക്കി. അവർ പോയി എന്ത് ചെയ്യുന്നു, ആ ഡെറ്റേഴ്സിനെ കളക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഡെറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, കൊടുത്തില്ല, ഇറ്റ്സ് എ ബാഡ് ഡെറ്റ് ആയിട്ട് മാറി. പക്ഷെ ഡെറ്റേഴ്സ് പേ ചെയ്തില്ലെങ്കിലും നമുക്ക്, അതായത് ആസ് എ ക്ലയൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് യാതൊരു ഇതുമില്ല, അത് ഫാക്ടറിനാണ് റിസ്ക്. അതാണ് എന്താണ് ഫുൾ സർവീസ് ഫാക്ടറിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിത്തൗട്ട് റെക്കോഴ്സ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റാണ് വിത്ത് റെക്കോഴ്സ് ഫാക്ടറിങ്. ഡസ് നോട്ട് അസ്യൂം ദ ക്രെഡിറ്റ് റിസ്ക്. ഫാക്ടർ ക്രെഡിറ്റ് റിസ്ക് എടുക്കാറില്ല. ഇഫ് ദ ഡെറ്റേഴ്സ് ഡസ് നോട്ട് പേ ദർ ഡ്യൂസ് ഇൻ ടൈംസ് ആർ ഔട്ട്സ്റ്റാൻഡിങ് ബിയോണ്ട് എ ഫിക്സഡ് പീരീഡ്, സച്ച് ഡെറ്റ്സ് ആർ ഓട്ടോമാറ്റിക്കലി ആർക്ക് വരും, ക്ലയൻറ്റിന് വരും. അഥവാ ഡെറ്റ് ആരെങ്കിലും പേ ചെയ്തില്ലെങ്കിൽ ആ ഡെറ്റ് ഓട്ടോമാറ്റിക്കലി ആ ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ക്ലയൻറ്റിന് തന്നെ വരും. ഇഫ് ദ ക്ലയൻറ്റ് വാണ്ട്സ് ദ ഫാക്ടർ ടു ഗോ ഓൺ വിത്ത് ദ കളക്ഷൻ വർക്ക്, എന്ത് ചെയ്യുന്നു, വീണ്ടും എന്താണ്, നമുക്ക് വീണ്ടും ആ ഡെറ്റേഴ്സിനെ പോയി ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എന്ത് ചെയ്യണം, നമ്മൾ പേയ്മെൻറ്റോ ചാർജസോ കൊടുക്കണം. അതിനെ വേറൊരു പേരും വിളിക്കാറുണ്ട്, റീഫാക്ടറിങ് ചാർജസ്. എന്താണ് ആ ചാർജസിനെ വിളിക്കുന്ന പേരാണ് തോന്നുന്നത്, റീഫാക്ടറിങ് ചാർജസ്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം വരച്ചു, വിത്തൗട്ട് റെക്കോഴ്സ് ഫാക്ടറിങ്, വിത്ത് റെക്കോഴ്സ് ഫാക്ടറിങ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മെച്യൂരിറ്റി ഫാക്ടറിങ്. ദ ഫാക്ടർ ഡസ് നോട്ട് മേക്ക് ഇമ്മീഡിയറ്റ് ക്യാഷ് പേയ്മെൻറ്റ്. എന്ത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് ആയുള്ള ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. ഹി പേ ക്യാഷ് വെൻ കളക്ഷൻസ് ആർ മെയ്ഡ്. കളക്ഷൻസ് ചെയ്യുമ്പോൾ മാത്രമേ പേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഇതിനെ കളക്ഷൻ ഫാക്ടറിങ് എന്ന് വിളിക്കാറുണ്ട്. ഇതിൽ ഫിനാൻസ് ഒന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, കാശൊന്നും കിട്ടുന്നില്ല. കളക്ട് ചെയ്ത് എന്ത് ചെയ്യും, നമുക്ക് തരും. ഒരു ഏജൻറ്റ് പോലെ എന്താണ്, കളക്ട് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് തരും. അതാണ് എന്തെന്ന് കളക്ഷൻ ഫാക്ടറിങ്. ഇനി അടുത്ത് ഇൻവോയ്സ് ഫാക്ടറിങ്. The factor involves simply provides finance against invoices without undertaking any other functions. ഒരു ഫങ്ഷൻസും ഏറ്റെടുക്കാതെ നമുക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എല്ലാ വർക്കും ആരായിരിക്കും ചെയ്യണത്, ക്ലയൻറ്റ് തന്നെയായിരിക്കും ചെയ്യണത്. ഡെറ്റേഴ്സ് അറിയത്ത് പോലുമില്ല, ഫിനാൻഷ്യൽ അറേഞ്ച്മെൻ്റ് ഒന്നും അറിയത്ത് പോലുമില്ല. സോ ഇത് കോൺഫിഡൻഷ്യൽ നേച്ചറാണ്. അതുകൊണ്ട് ഇതിനെ കോൺഫിഡൻഷ്യൽ ഇൻവോയ്സ് എന്നോ അല്ലെങ്കിൽ അൺഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ് എന്നോ ഇതിനും പേരുണ്ട്. ദെൻ അടുത്ത ബൾക്ക് ഫാക്ടറിങ്. ദ ഫാക്ടർ പ്രൊവൈഡ്സ് ഫിനാൻസ് ആഫ്റ്റർ ഡിസ്ക്ലോസിങ് ദ ഫാക്ട് ഓഫ് അസൈൻമെൻറ്റ് ഓഫ് ഡെറ്റേഴ്സ് ടു ദ ഡെറ്റേഴ്സ് കൺസേൺഡ്. ദ വർക്ക് ഹാസ് ടു ബി ഡൺ ബൈ ദ ക്ലയൻറ്റ് ഹിംസെൽഫ്. ഇതും ക്ലയൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതെന്തുവാണ്, നമ്മുടെ ഡെറ്റേഴ്സിനടുത്ത് നമ്മൾ പറഞ്ഞിരിക്കും ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കും.
അതുകൊണ്ട് എന്താണ് ഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് ഫാക്ടറിങ്, അതായത് ഇൻവോയ്സ് ഫാക്ടറിങ്ങിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത് ചെയ്യുന്നത് ഈ ബൾക്ക് ഫാക്ടറിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഏജൻസി ഫാക്ടറിങ്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ദ ക്ലയൻറ്റ് ഹാസ് ടു ലുക്ക് ആഫ്റ്റർ ദ സെയിൽസ് ലെഡ്ജർ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കളക്ഷൻ വർക്ക്. ക്ലയൻറ്റ് എന്തൊക്കെ നോക്കണം? സെയിൽസ് ലെഡ്ജറും അഡ്മിനിസ്ട്രേഷനും അതുപോലെ കളക്ഷൻ വർക്ക് നോക്കണം. ഫാക്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹാസ് ടു പ്രൊവൈഡ് ഫിനാൻസ് ആൻഡ് അസ്യൂം ക്രെഡിറ്റ് റിസ്ക്. എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ടുള്ള ഫിനാൻസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്നു? കളക്ഷൻ റിസ്ക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റേഴ്സിന് കളക്ട് ചെയ്യുന്ന റിസ്ക് ഫാക്ടർ ഏറ്റെടുക്കും. ഇതാണ് ഏജൻസി ഫാക്ടറിങ്ങിൽ. ഇനി സപ്ലയേഴ്സ് ഗ്യാരണ്ടി ഫാക്ടറിങ്ങിലാണെങ്കിൽ എന്താണ്? ഫോർ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിച്ച് സെൽസ് ഗുഡ്സ് ത്രൂ മിഡിൽമാനുമായിട്ട് നടക്കുന്നതിനാണ് ഈ ഫാക്ടറിങ് ഏറ്റവും യൂസ്ഫുൾ. ഇതെന്ന് പറയുന്നത് ഫാക്ടർ ഗ്യാരണ്ടീസ് ദ സപ്ലയർ ഓഫ് ഗുഡ്സ് അഗൈൻസ്റ്റ് ഇൻവോയ്സ് റേസ്ഡ് ബൈ ദ സപ്ലയർ അപ്പോൺ അനദർ സപ്ലയർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് വലിയ റിസ്ക് ഇല്ലാതെ ഈ ഇടയിൽ നിൽക്കുന്ന സപ്ലയറിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ഈ സപ്ലയേഴ്സ് ഗ്യാരണ്ടി ഫാക്ടറിങ്ങിലെ പ്രത്യേകത. അടുത്ത് ലിമിറ്റഡ് ഫാക്ടറിങ് പറയുന്നു. The factor does not take up all the invoices of the client. എന്ത് ചെയ്യുന്നു? എല്ലാ ഇൻവോയ്സ് എടുക്കത്തില്ല, അയാൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഇൻവോയ്സസ് മാത്രമേ എടുക്കുന്നുള്ളൂ. സെലക്റ്റഡ് ഇൻവോയ്സും അത് മെറിറ്റ് ബേസിൽ മാത്രമേ കളക്ട് ചെയ്യുള്ളൂ. അടുത്ത് ബയർ ബേസ്ഡ് ഫാക്ടറിങ്. ബയർ ബേസ്ഡ് ഫാക്ടറിങ് എന്ന് പറയുമ്പോൾ ദ ഫാക്ടറി ഈസ് ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ് ഓഫ് ദ സെല്ലർ. ദ ഫാക്ടറി ഈസ് ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദ സെല്ലറാണ്. സെല്ലറിൻ്റെ ഒരു ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഒന്നെന്താണ്? ബയർ എന്താണ്? അപ്രോച്ച് എ ഫാക്ടറി ടു ഡിസ്കൗണ്ട് ഹിസ് ബില്ല്. അദ്ദേഹത്തിൻ്റെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി ബയർ വരും. ബയർ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിൽ ഫാക്ടറിങ്ങിൽ ആരാണ് ആദ്യം വരുന്നത്? ബയറാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. The approved buyer of a company approach a factor for discounting their bill to the company in question. In case and there are claims on such buyer unpaid by discounting the bills without recourse to the seller gets ready cash. കിട്ടും. The availability is facility is available only to reputed credit worthy ബയറിന് മാത്രമേ ഈ ഒരു ഫെസിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് ഇതിന് സെലക്റ്റഡ് ബയർ ബേസ്ഡ് ഫാക്ടറിങ് എന്നും ഇതിനൊരു പേരുണ്ട്. നെക്സ്റ്റ് സെല്ലർ ബേസ്ഡ് ഫാക്ടറിങ്. The seller, instead of discounting his bill, sells all his accounts receivable to the factor and after invoicing the customer invoice ചെയ്തുകൊണ്ട് എല്ലാം. The seller's job is over as soon as he prepare the invoice. എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്തു. ഓൾ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? സെയിൽസുമായിട്ട് എല്ലാം ഉള്ളത് എന്ത് ചെയ്യും? മാർക്ക് കൊടുക്കും, ഫാക്ടറിന് കൊടുക്കും. ബാക്കി ഫാക്ടറാണ് നോക്കാനുള്ളത്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെല്ലറിന് മാത്രമേ ഈ ഒരു ഫെസിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് സെലക്റ്റഡ് സെല്ലർ ബേസ്ഡ് ഫാക്ടറിങ് എന്ന് വിളിക്കും. അടുത്ത് ഉള്ളത് ഡൊമസ്റ്റിക് ഫാക്ടറിങ്. ഇതിൽ 3 പേരാണുള്ളത്: ബയർ, സെല്ലർ, ഫാക്ടർ. എല്ലാവരും എവിടെ ഉള്ളവരായിരിക്കും? ഒരു സെയിം കൺട്രിയിലുള്ളതായിരിക്കും. അതായത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലുള്ളവരായിരിക്കും. അതുമാത്രമല്ല ഡൊമസ്റ്റിക് ബിസിനസ് ക്യാരി ചെയ്യുന്നതായിരിക്കും ഈ ഡൊമസ്റ്റിക് ഫാക്ടറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണൽ ഫാക്ടറിങ്. ഇതെന്ന് പറയുന്നത് വെച്ചാൽ എന്താണ്? വെളിയിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സ്പോർട്ടിംഗ് ഏജൻസി, എക്സ്പോർട്ടിംഗ് കമ്പനീസ് അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് ആയിട്ട് നടത്തുന്ന ആൾക്കാർക്കുമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? നമുക്ക് ഓൺ ദ സ്പോട്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആ ബില്ല് വെച്ചിട്ട് 80% എന്ത് ചെയ്യും? നമുക്ക് ക്യാഷ് തരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർ ബാക്കി എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ടേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു? അവരെന്ത് ചെയ്യും? കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ഇൻ്റർനാഷണൽ ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഇത് എക്സ്പോർട്ടേഴ്സിന് ഭയങ്കര ഹെൽപ്പാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 12 ടൈപ്പ് ഫാക്ടറിങ് ആണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് forfaiting.
It's a form of financing of receivables relating to international trade. It is a non-recourse purchase by a bank or any other financial institution or receivable arising from export of goods and services. ഇതെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഫിനാൻസിങ്. അതുമായിട്ടുള്ളതാണ് ഈ ഫോർഫെയ്റ്റിംഗ് എന്ന് പറയുന്നത്. It is a service providing medium and long-term financial support for export or import of capital goods. എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്നവർക്ക് ഒരു ലോങ് ടേമോ അല്ലെങ്കിൽ മീഡിയം ടേമോ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ആര് ഈ ഫോർഫെയ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ് ആയിട്ട് ആർക്ക് കൊടുക്കുന്നു? ക്യാഷ് കൊടുക്കുന്നു. അത് മീഡിയമോ അല്ലെങ്കിൽ ലോങ് ടേമോ ആയിട്ടും ഒരു ഡിസ്കൗണ്ടിൽ ആസ് എൻ ഇൻ്റർമീഡിയറി പോലെ നിന്ന് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ടേഴ്സിന് റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടേഴ്സിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ഒരു തടസ്സമില്ലാതെ കൃത്യമായിട്ട് പേ ചെയ്യാൻ പറ്റും. ഡിഫൈൻ ചെയ്താൽ എന്താണ്? എ ഫോം ഓഫ് ഫിനാൻസിങ് ഓഫ് റിസീവബിൾസ് അറൈസിങ് ഫ്രം ഇൻ്റർനാഷണൽ ട്രേഡ്. ഇനി ഫോർഫെയ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ആകും, ഒരു എൻറ്റിറ്റി ദാറ്റ് പർച്ചേസ് റിസീവബിൾസ് ആൻഡ് ദ ഇമ്പോർട്ടർ ദെൻ പേയ്സ് ദ റിസീവബിൾ എമൗണ്ട് ടു ദ ഫോർഫെയ്റ്റർ. ചിലപ്പോൾ ഫോർഫെയ്റ്റർ ആരായിരിക്കാം? ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫേം ആയിരിക്കാം. എന്തിന് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും? എക്സ്പോർട്ട് ഫിനാൻസിങ്ങിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ഇത് മെയിനായിട്ട് എന്തിനാണ്? നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് കിട്ടും. പിന്നെ ബാങ്ക്സിന് അതുപോലെ ഒരു ഗെയിനുമാണ്. പിന്നെ ഡിസ്കൗണ്ടിങ്, നമുക്ക് എന്താ പറഞ്ഞാൽ ഒരു 100 രൂപയ്ക്ക് നമ്മളൊരു സാധനം അയച്ചാൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 80% നമുക്ക് എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ ക്യാഷ് കിട്ടും. റിസ്ക് വളരെ കുറവാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, നമുക്ക് ഇമ്പോർട്ടേഴ്സൊക്കെ ആണെങ്കിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഒക്കെ അയക്കാൻ പറ്റും. അതുപോലെ എക്സ്പോർട്ടേഴ്സിനും അതുപോലെ തന്നെ ഏറ്റവും കൺവീനിയൻ്റ് ആണ്. കാരണം അവർ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്യാഷ് കിട്ടുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? ക്യാഷ് നമുക്ക് കിട്ടാം. നെക്സ്റ്റ് പറയുന്നത് ഫാക്ടറിങ്ങും ഫോർഫെയ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഫാക്ടറിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിനാൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്. എങ്ങനെ? ബിസിനസ് സെൽസ് ഇറ്റ്സ് ട്രേഡ് റിസീവബിൾസ് ടു ദ ഫാക്ടറി ആൻഡ് റിസീവ് ക്യാഷ് പേയ്മെൻറ്റ്സ്. പക്ഷേ ഫോർഫെയ്റ്റിംഗ് ആണെങ്കിൽ എന്താണ്? എക്സ്പോർട്ട് ഫിനാൻസിങ്ങിനാണ് മെയിനായിട്ട് അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി മെച്യൂരിറ്റി ആണെങ്കിൽ എന്താണ്? ഫാക്ടറിങ് മെയിൻലി ഡീൽസ് ഇൻ ദ റിസീവബിൾ ദാറ്റ് ഫോൾസ് ഡ്യൂ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് 90 days ആണ്. മറ്റേതാണെങ്കിലോ ഫോർഫെയ്റ്റിംഗ് ഡീൽസ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ ദോസ് മെച്യൂരിറ്റി റേഞ്ചിങ് ഫ്രം മീഡിയം ടു ലോങ് ടേം ആണ്. മീഡിയം ടു ലോങ് ടേം ആണ്. ഇത് മാക്സിമം എന്താണ്? ഫാക്ടറിങ് 90 days ആണ്. ഫാക്ടറിങ് ഇൻവോൾവ്സ് എന്താണ്? സെയിൽ ഓഫ് റിസീവബിൾസ് ഓൺ ട്രേഡ് ഗുഡ്സ് ആണ്. മറ്റ് ഫോർഫെയ്റ്റിംഗ് ആണെങ്കിൽ മെയിൻലി എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഫാക്ടറിങ് പ്രൊവൈഡ്സ് 80 to 90% ആണ് ഫിനാൻസ്. പക്ഷേ ഫോർഫെയ്റ്റിംഗ് ആണെങ്കിൽ 100% ഫിനാൻസ് ആണ്. ദെൻ ഫാക്ടറിങ് ആണെങ്കിൽ എന്താണ്? റിക്കോഴ്സും ഉണ്ട്, നോൺ റിക്കോഴ്സും ഉണ്ട്. പക്ഷേ ഫോർഫെയ്റ്റിംഗ് എപ്പോഴും നോൺ റിക്കോഴ്സ് ആണ്. ദെൻ ഫാക്ടറിങ് എന്ന് പറയുമ്പോൾ എന്താണ്? കോസ്റ്റ് ഈസ് ഇൻകേർഡ് ബൈ ദ സെല്ലർ ഓർ ക്ലയൻറ്റ് ആണ്. ഇവിടെ എന്താണ്? ഫോർഫെയ്റ്റിങ്ങിലാണെങ്കിൽ ഇൻകേർഡ് ബൈ ദ ഓവർസീസ് ബയർ ആണ്. ഫാക്ടറിങ് ദർ ഈസ് നോ സെക്കൻഡറി മാർക്കറ്റ്. പക്ഷേ ഫോർഫെയ്റ്റിങ്ങിലാണെങ്കിൽ ദർ ഈസ് എ സെക്കൻഡറി മാർക്കറ്റ്. സോ ഫാക്ടറിങ്ങും ഫോർഫെയ്റ്റിങ്ങും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.